കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ എൻ്റെ പഴയ ഒരു ഫ്രണ്ടിനെ വിളിച്ചു. ഈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അധികം കോൺടാക്റ്റിലൊന്നും ഇല്ലാത്ത എൻ്റെ ഒരു പഴയ സ്കൂൾ ഫ്രണ്ടാണ്. ഞാൻ എപ്പോഴും എന്നും സംസാരിക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടായിട്ടും ഇവളെ എന്തിനാ എനിക്ക് വിളിക്കാൻ തോന്നിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അങ്ങ് തോന്നി. അപ്പോൾ നമ്മൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒത്തിരി സംസാരിക്കാനുണ്ട്. കൂടുതലും ഞങ്ങളുടെ പണ്ടത്തെ ഫ്രണ്ട്സിനെ പറ്റിയും സ്കൂൾ ലൈഫിനെ പറ്റിയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ആ കുട്ടീനെ നിനക്ക് ഓർമ്മയുണ്ടോ? അവളെ നിനക്ക് കാണാറുണ്ടോ? നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നില്ലേ അന്ന്? പിന്നെ ഞാൻ ഈ കുട്ടീനെ ഇവിടെ ഈയിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അവൾ യുഎസിലുണ്ട്. അവൾക്ക് കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഷി വാസ് ഗോയിങ് ത്രൂ ദാറ്റ്. അപ്പം ഞങ്ങൾ കുറച്ച് സംസാരിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് കോളൊക്കെ കട്ട് ചെയ്തു. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം സത്യത്തിൽ എനിക്ക് നല്ലൊരു സന്തോഷം തോന്നി. എന്നും വിളിക്കുന്ന ഫ്രണ്ട്സിനോട് മാത്രമല്ല, ഇവളുടെ അടുത്തൊന്നും സംസാരിച്ചപ്പോൾ എനിക്ക് സന്തോഷം കിട്ടി. എന്നൊക്കെ ഉള്ളൊരു ഒരു ഹാപ്പിനെസ്സിൽ ഞാനിങ്ങനെ ഇരിക്കും. ഈ കോൺവെർസേഷൻ കേട്ടോണ്ടിരുന്ന എൻ്റെ മോള് എന്നോട് ചോദിച്ചു, അമ്മ വാട്ട് ഹാപ്പൻ ടു ദ ബേബി എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ബേബിയോ? ഏത് ബേബി? അല്ല, യു വർ ടോക്കിംഗ് അബൌട്ട് സം ബേബീസ് ആൻഡ് സം ഇഷ്യൂസ് വിത്ത് ദ ബേബി. അപ്പം ഞാൻ പറഞ്ഞു, ഏയ് ഇല്ല, നമ്മൾ ആരുടെയും കുട്ടികൾക്ക് കുഴപ്പമുള്ള കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിലും കുഴപ്പങ്ങളെ പറ്റിയൊന്നും ഞങ്ങൾ സംസാരിച്ചില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, അല്ലമ്മ, എന്തോ കുട്ടിക്ക് വയ്യ അങ്ങനെ എന്തോ ഇങ്ങനെ പറയുന്ന കേട്ടു. അപ്പം ഞാൻ പറഞ്ഞു, അല്ല, കുട്ടീന്ന് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ ഫ്രണ്ടിനെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മയുടെ ഫ്രണ്ടിനെ അമ്മ കുട്ടീന്നാണോ വിളിക്കണത് എന്ന് ചോദിച്ചു. അവരുടെ അറിവിൽ കുട്ടി എന്ന് പറയുന്നത് കൊച്ചു കുട്ടികളെയാണ് വിളിക്കണത്. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ സ്കൂൾ ഫ്രണ്ടാണ്. അപ്പം ഞങ്ങളുടെ മനസ്സിലൊക്കെ ഞങ്ങൾ ഇപ്പോഴും ടീനേജേഴ്സ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടി എന്നല്ലാതെ സംസാരിക്കാനോ സംബോധന ചെയ്യാനോ പറ്റുന്നില്ല. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. ആക്ച്വലി അത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളുടെ ഏതെങ്കിലും ഒരു പഴയ ഫ്രണ്ടിനെ, എപ്പോഴും വിളിക്കുന്ന ഫ്രണ്ട് അല്ല, അപ്പം നിങ്ങൾക്ക് അധികം ഇപ്പോഴത്തെ പ്രശ്നങ്ങളായിരിക്കും പറയാനുണ്ടാവുക. ഒരു അധികം കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാത്ത പണ്ടത്തെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ കുട്ടിത്തത്തിൻ്റെ തുടിപ്പൊക്കെ തിരിച്ചു വരും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി